പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാനൊരു അവസരമായിരുന്നില്ല. അത് അദ്ദേഹം വായിച്ചു നോക്കട്ടെ. സാറേ, പിന്നെ ഈ പ്രധാനമന്ത്രി എന്താണ് ഈ യോഗത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞത്? അല്ല, അദ്ദേഹം എല്ലാവരോടും സംസാരിക്കാനും എല്ലാവരും അഭിപ്രായം കേൾക്കാനും അദ്ദേഹം അവരൊപ്പം ഒരു ശരിക്കും ഒരു ഇൻഫോർമൽ ചർച്ചയായിട്ട് എടുത്താൽ മതി. അങ്ങനെയായിരുന്നു. പക്ഷേ ഞങ്ങള് എല്ലാവരും ചില കാര്യങ്ങൾ ചിലരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇത് കേട്ടത്, അവിടെ കേട്ടത്, യൂറോപ്പിൽ കേട്ടത്, ആഫ്രിക്കയിൽ കേട്ടത്, അതൊക്കെ അദ്ദേഹം കേട്ടു. ചിലതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. അങ്ങനെ ഒരു ഇൻഫോർമൽ സംസാരം. തുടർച്ച അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന അങ്ങനെ ഇല്ല. ഒരു കാര്യം എല്ലാവരും അദ്ദേഹം പറഞ്ഞത്, എല്ലാ രാജ്യത്തിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഈ ജനപ്രതിനിധികളെ ഇങ്ങനെ അയക്കുന്നത്. അത് ഇനിയും ഭാവിയിൽ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമ്മതിച്ചു, ചെയ്യണം, ഞാൻ നേരത്തെയും ചെയ്യായിരുന്നു. അത്രയാണ് കേട്ടോ. താങ്ക്സ്. വല്ലാതെ വായിക്കും കേട്ടോ. താങ്ക്സ്. Sir, how was the interaction with the Prime Minister? He also shared the picture with you as well. What was being talked about, sir? I haven't seen the pictures yet, but he certainly was very, very pleasant to all of us. I think he saw this as an opportunity to thank the delegations for their service, and he was very pleasant. He spent more than an hour with all of us, an hour and a quarter. He walked around the lawn to different tables, talking to different groups of people. We all sort of chatted with him in a very informal way. It was not a formal meeting at all. There were no formal speeches, or even those of us who had given him our reports on the trip did not present those reports or speak to them particularly. But it was a good, lively, informal conversation. Anything specific he wanted to know or you shared with him? No, we all shared lots of things with him, and I'm sure that in the fullness of time some of this will be apparent. But one general proposition I've noticed is that in every country, people came back saying this was a very good idea. The countries appreciated having members of parliament come and visit them. And we all suggested we should make a practice of this more often, sending MPs to engage with legislators in other countries. And the Prime Minister certainly seemed to take that idea on board. It was his idea to begin with, but it was well received in other countries. ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഒരു റിപ്പോർട്ട്. അല്ല, 2-3 പേര് റിപ്പോർട്ട് കൊടുക്കണമെന്ന് കണ്ടു. അത് ഞങ്ങൾ സ്വന്തം സ്വയം ചെയ്ത് അവരാവശ്യപ്പെട്ടിട്ടല്ല. പക്ഷെ ഞങ്ങളുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടി ചെയ്തതാണ്. മറ്റൊന്നേ, ഈ യുഎസിന്റെ മധ്യസ്ഥയിൽ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ പറഞ്ഞത് നരേന്ദ്ര സറണ്ടർ എന്നാണ് ഡൊണാൾഡ് ട്രംപ്. നോക്കൂ, ഞാൻ ദേശീയ വിവാദത്തിൽ നിന്നും ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ അമേരിക്കയിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സന്ദേശം തുടക്കം മുതൽക്കേ സ്പഷ്ടമായിരുന്നു. അതെന്തായിരുന്നു? ഞങ്ങള് ഭീകരവാദികൾക്ക് ഒരു they have a price to pay എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 6-ാം തീയതി 7-ാം തീയതി രാത്രി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാകിസ്ഥാനിനോട് പറഞ്ഞു, ലോകത്തോടും പറഞ്ഞു, അവര് ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, അവര് നിർത്തിയാൽ ഞങ്ങൾ നിർത്തും. അപ്പൊ ഞങ്ങളോട് മീഡിയേഷൻ ചെയ്യാനോ ഞങ്ങളെ പെർസുവേഡ് ചെയ്യാൻ ആവശ്യമുണ്ടെന്നില്ല. എല്ലാ ദിവസവും അതിന്റെ ബ്രീഫിംഗിൽ ഫോറിൻ സെക്രട്ടറിയും മിലിറ്ററി കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് നിർത്തിയാൽ ഞങ്ങൾ നിർത്തും, അവർ നിർത്തി ഞങ്ങൾ നിർത്തി, അത്രേ ഉള്ളൂ. ഈ പരാമർശങ്ങൾ ഈ സമയങ്ങളിൽ നല്ലതാണോ? ഇപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. താങ്ക്സ്. എനിക്ക് പോകണം. വല്ലാതെ താങ്ക്സ്.